വൈകുന്നേരത്തിന് മുമ്പ് പക്ഷെ അന്നത്തെ മഴയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയപ്പാടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആശങ്ക ഇപ്പോൾ ഉണ്ട്. ആ രീതിയിലാണ്. യെസ്, ഞാൻ ഈ സമയത്ത് ഞാൻ അതിനെ കൗണ്ടർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മളിവിടെ നിൽക്കുന്നു, നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ട് കാണും, ഗവൺമെൻറ് അവരെ ഗൗരവമായിട്ട് തന്നെ കാണും. ഇന്ന് മന്ത്രിസഭാ യോഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് കാലാവസ്ഥയ്ക്ക് അനുകൂലമാവാൻ മുഖ്യമന്ത്രി ഇന്ന് തന്നെ എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് തീരുമാനിക്കും. ഞാൻ ഇന്നലെ രാത്രിയും സന്ദർശിച്ചു, ഇന്ന് രാവിലെയും ഇവിടെ ഉണ്ട്. അതെ, വിചിത്രമായ വാദമാണ്. നിർമ്മാണം നടത്തുന്നതിന് മുകളിൽ 12 മീറ്റർ മുകളിൽ നിന്നാണ് ഉണ്ടായത്. അത് വനമേഖലയാണ് എന്നുള്ളതാണ് അവർ പറയുന്ന വിചിത്രവാദം. നിങ്ങൾ ഇന്നലെ ഇന്ന് വന്ന് കണ്ടുകൊണ്ടല്ലോ. ഞാൻ ഏതാണ്ട് അതിനടുത്ത് ഒരു 25 മീറ്ററിനടുത്ത് വരെ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഏതായാലും നല്ല മണ്ണ് മറുഭാഗത്താണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവമായ കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ നമുക്ക് ആധികാരികമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് ശാസ്ത്രീയമായിട്ടുള്ള തന്നെ പഠനങ്ങളും കാര്യങ്ങളും വേണം, അന്വേഷണം വേണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഏത് രീതിയിൽ വേണം, എങ്ങനെ വേണം എന്നൊക്കെ ഗവൺമെന്റ് അത് തീരുമാനിക്കും. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അപ്പോൾ മലയാളികളല്ല, ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നതുകൊണ്ട് തന്നെ തെരച്ചിലിനൊരാക്കും പോരെ എന്നൊരു വിമർശനം അങ്ങനെ ആരെങ്കിലും വിമർശിച്ചതായിട്ട് എനിക്കറിയില്ല. കാരണം ഇന്നലെ 11:15 സംഭവം അറിഞ്ഞുവിടും. അന്നേരം മഴ പെയ്യുന്ന സമയമാണ്. അന്നേരം തന്നെ നമ്മൾ NDRF ടീം ഇവിടെ എത്തി. കോഴിക്കോട് നിന്നുള്ള NDRF ടീമിനെ എത്തിച്ചു. ഫയർഫോഴ്സ് വളരെ സജീവമായിട്ടുണ്ട്, വളരെ ആക്റ്റീവായിട്ട് അവരൊക്കെ രംഗത്തുണ്ട്. മനുഷ്യസാധ്യമായ കാര്യങ്ങളല്ലേ ചെയ്യാനൊക്കൂ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ആരും അങ്ങനെ പറഞ്ഞതായിട്ട് റിപ്പോർട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളിന്ന് കേൾക്കുന്നത്. ഇന്നലെ രാത്രി 4 മണിക്കാണ്, നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു സാഹചര്യത്തിൽ 4 മണിക്കാണ് നമ്മുടെ റോഡ് ഓപ്പൺ ചെയ്യുന്നത്. ഈ റോഡ് ഇന്നലെ രാത്രി ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഈ സുരക്ഷാ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജാണ്. അതുകൊണ്ടാണ് ഇന്ന് വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാനും അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മറിച്ച് ആരെങ്കിലും അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. തെരച്ചിൽ ഇന്നലെ ആരംഭിച്ചതല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചല്ല. 5 പേരെയും കണ്ടെത്തുക, അതാണല്ലോ നമ്മുടെ ആഗ്രഹം. നമ്മളെ ആഗ്രഹം അതാണ്, എത്രയും പെട്ടെന്ന് 5 പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. താങ്ക് യു.